എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ പച്ച മാങ്ങ കൊണ്ട് നല്ലൊരു സംഭാരമാണ്. നല്ല ചൂട് സമയമല്ലേ ഇതുപോലൊരു സംഭാരമൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാഹവും നല്ലൊരു ഉന്മേഷവും ഒക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂവാണ്ട മാങ്ങയാണ് കേട്ടോ. ഏത് മാങ്ങ വെച്ച് നമുക്കത് തയ്യാറാക്കി എടുക്കാം. അപ്പം മാങ്ങ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ചനച്ച മാങ്ങ എടുക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കരുത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കുമ്പം പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ച നമ്മുടെ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് ചെറിയുള്ളിയാണ്. ഒരു 4-5 ചെറിയുള്ളി എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പച്ചമുളക് ചേർക്കണമെച്ചാൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, കാരണം അത്യാവശ്യം ഇഞ്ചിക്ക് എരിവുണ്ടല്ലോ, അതുകൊണ്ട് ഞാനതൊന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കാന്താരി ഒരെണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒരുപാടായി പോകരുത്, കാരണം ഇതെൻ്റെ എല്ലാ ഫ്ലേവറും കൂടി വരുമ്പോൾ ഉപ്പ് ഇങ്ങനെ മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കൊടുത്തിരിക്കുന്നത് വെള്ളമാണ്. നല്ല തണുത്ത വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം കൊടുക്കണമെന്നൊന്നുമില്ല, തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ നല്ല ചൂടല്ലേ, തണുത്ത വെള്ളമൊക്കെ കൊടുത്ത് നമ്മൾ ഈ സംഭാരം ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സുഖം ഉണ്ടാവും കുടിക്കാനായിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് അത്രയും മതി. കാരണം ഒരുപാട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സംഭാരം അത് കറക്റ്റായിട്ട് കിട്ടില്ല. അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ മിക്സി ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു ജാറിനകത്തേക്കാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് അരച്ചെടുക്കുന്നില്ലല്ലോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പം ഞാൻ ഒരു സ്പൂണ് കൊണ്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പനെ അത് ആ ജ്യൂസ് അതിനകത്തേക്ക് വീണോളൂ കേട്ടോ. ഇത് പണ്ട് അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ എപ്പോഴും. കാരണം പ്രത്യേകിച്ച് ഈ മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ കളിച്ച് തിമിർത്ത് വേർത്ത് വന്നു കഴിയുമ്പം മോര് കൊണ്ടും അതുപോലെ തന്നെ ഈ മാങ്ങ കൊണ്ടും ഒക്കെ ഇതുപോലെ സംഭാരം ഉണ്ടാക്കി തരാറുണ്ട്. പിന്നെ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഇടിച്ചിട്ടാണ് കേട്ടോ പണ്ട് അച്ചമ്മ ഉണ്ടാക്കി തരാറുള്ളത്. മിക്സിയിലൊന്നുമല്ല, അല്ലാതെയാണ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ജാറിനകത്തേക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട്. തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി കുടിക്കണം. ഇപ്പം മാങ്ങ നല്ല സീസണല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോൾ മാങ്ങ സീസണൊക്കെ അങ്ങ് നിന്ന് പോകുമല്ലേ. പിന്നെ നമ്മൾക്ക് കിട്ടാൻ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാങ്ങയായിരിക്കണം. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഫ്രഷ് മാങ്ങ കിട്ടും. നന്നായിട്ട് ഇതുപോലെ സംഭാരമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി ഒരു തണുപ്പൊക്കെ കിട്ടും, കുടിക്കാൻ നമുക്ക് കുറച്ച് ടേസ്റ്റും കിട്ടുമെന്നേ ഉള്ളൂ. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കുടിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.